ചർച്ചകളും തർക്കങ്ങളും ഇല്ലാത്ത മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു മീറ്റിംഗ് അല്ലെന്ന് CPI കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം ആനി രാജ. 5 ദിവസം നടന്ന പാർട്ടി കോൺഗ്രസിൽ രാജ്യത്തെ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്തു. അടുത്ത നേതൃത്വത്തെ തിരഞ്ഞെടുക്കുമ്പോൾ സ്വാഭാവികമായും ചർച്ചകളുണ്ടാകും. വിമർശനങ്ങൾ വ്യക്തികളെ കേന്ദ്രീകരിച്ചുള്ളതല്ലെന്നും ആനി രാജ മീഡിയ വണിനോട് പറഞ്ഞു. CPIയുടെ 25ാം പാർട്ടി കോൺഗ്രസ് ചണ്ഡീഗഡിൽ പൂർത്തിയായിരിക്കുകയാണ്. എന്നോടൊപ്പം ആനിരാജയുണ്ട്. 5 ദിവസത്തെ വലിയൊരു പാർട്ടി കോൺഗ്രസ് ആയിരുന്നു. വലിയ ചർച്ചകൾ നടന്നു. ഇനി എന്താണ് മുന്നോട്ടുള്ള പ്രതീക്ഷകൾ? പുതിയ നേതൃത്വം കൂടി വന്നിരിക്കുക. തീർച്ചയായിട്ടും പാർട്ടി ജനറൽ സെക്രട്ടറി സഖാവ് D രാജ പറഞ്ഞതുപോലെ തന്നെ ഈ രാജ്യം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്ന വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ തന്നെയാണ്. ഫാസിസമാണ് ഇന്ന് അധികാരത്തിലിരിക്കുന്നത്. ആ ഫാസിസ്റ്റ് ശക്തികൾ നമ്മുടെ രാജ്യത്തിൻ്റെ സ്വഭാവം തന്നെ ഇന്ന് ഒരു ക്ഷേമരാഷ്ട്രമായിരിക്കുന്ന ഈ രാജ്യത്തെ ഒരു മതവാദ രാഷ്ട്രമാക്കി ഹിന്ദുത്വ രാഷ്ട്രമാക്കി മാറ്റാനുള്ള അതിതീവ്രമായ പ്രയത്നം നടത്തുകയും അതിൽ അവർ കുറേയേറെ മുന്നോട്ട് പോവുകയും ചെയ്തിരിക്കുന്ന വലിയൊരു ദിശാസന്ധിയിൽ ഒരു പ്രതിസന്ധിയിലാണ് ഈ രാജ്യം നിൽക്കുന്നത്. അതിനെ പരാജയപ്പെടുത്താൻ ആവശ്യമായ മതേതര ജനാധിപത്യ ഇടത് മതേതര ജനാധിപത്യ ശക്തികളുടെയും പ്രസ്ഥാനങ്ങളുടെയും വ്യക്തികളുടെയും ഒക്കെ തന്നെ ഒരു കൂട്ടായ്മ വളരെ അതിനെ ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു മനസ്സോടെ ഈ ഫാസിസത്തിനെതിരായിട്ടുള്ള പോരാട്ടം സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ പാർട്ടിയുടേതായി ഞങ്ങൾ ഈ രാജ്യം മുഴുവൻ ദേശവ്യാപകമായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കാനും ഈ പാർട്ടി കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുകയാണ്. ഈ രാജ്യക്ക് 3ാം ഊഴമാണ് സെക്രട്ടറി സ്ഥാനത്തേക്ക്. എന്താണ് ഒരു പ്രതീക്ഷ? എന്താണ്? ഏതെങ്കിലും തരത്തിലുള്ള തർക്കങ്ങളൊക്കെ ഈ മീറ്റിങ്ങുകളിൽ ഉണ്ടായിരുന്നു? തർക്കങ്ങളും സംവാദങ്ങളും ചർച്ചകളും ഇല്ലാതെ ഒരു മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു മീറ്റിംഗ് ആണെന്ന് ഞാൻ കരുതുന്നില്ല. ഇങ്ങനെ അതൊരു എന്താണ് പറയുക, അതിനൊരു മീറ്റിംഗ് എന്ന് പറയാൻ പറ്റില്ല. ഇവിടെ 5 ദിവസത്തെ സമ്മേളനം എന്ന് പറഞ്ഞാൽ 5 ദിവസത്തെ സമ്മേളനത്തിനകത്തും ഞാൻ പറഞ്ഞുവല്ലോ, ഈ രാജ്യത്താകമാനമുള്ള സാധാരണക്കാരായ മനുഷ്യർ നേരിടുന്ന അവരുടെ വെല്ലുവിളികൾ, ജീവിതവുമായി ബന്ധപ്പെട്ട ജീവിതഗന്ധിയായ അവരുടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ചെറുപ്പക്കാരുടെ വിഷയങ്ങൾ, സ്ത്രീകളുടെ വിഷയങ്ങൾ, കർഷകരുടെ വിഷയങ്ങൾ, അതുപോലെ തന്നെ ഈ പ്രകൃതിക്ക് സംഭവിച്ചിരിക്കുന്ന പരിസ്ഥിതി സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ, ഇതെല്ലാം തന്നെ ചർച്ച ചെയ്യുകയും ഈ കഴിഞ്ഞ 3 വർഷക്കാലം ഞങ്ങൾ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് അവലോകനം ചെയ്യുകയും അടുത്ത 3 വർഷത്തേക്കുള്ള ഞങ്ങളുടെ പ്ലാനുകൾ തയ്യാറാക്കുകയും ഒക്കെ ചെയ്തിരിക്കുകയാണ്. അടുത്ത 3 വർഷക്കാലത്തെ പ്രവർത്തനത്തിനുള്ള ലീഡർഷിപ്പിനെ തിരഞ്ഞെടുക്കാൻ സ്വാഭാവികമായും ചർച്ച വരും എന്നുള്ള അത് ഏത് സമ്മേളനത്തിലും നടക്കുന്നതാണ്. അങ്ങനെ ആയിരിക്കണം. ഒരു ജനാധിപത്യം ഉള്ള ഒരു പാർട്ടി എന്ന് പറഞ്ഞാൽ അതൊക്കെ അങ്ങനെയായിരിക്കണം. ചർച്ചകൾ വരണം, വിമർശനങ്ങൾ വരണം, ശക്തമായ വിമർശനങ്ങൾ വരണം. ആ വിമർശനമൊക്കെ തന്നെയും അത് ഏതെങ്കിലും വ്യക്തി കേന്ദ്രീകൃതമായിട്ടുള്ള അല്ലെങ്കിൽ വ്യക്തിയെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒന്നല്ല. അത് ഈ സംഘടനയുടെ കൂട്ടായ പ്രവർത്തനത്തെ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സഹായിക്കുന്ന വിമർശനങ്ങൾ. അത് വന്നില്ല എങ്കിൽ ഈ സമ്മേളനം ഒരു സക്സസ്ഫുൾ സമ്മേളനമാണെന്ന് പറയാൻ സാധിക്കില്ല. വളരെ ശക്തമായ ചർച്ചകൾ ആ രീതിയിൽ വന്നു. അതുകൊണ്ട് തന്നെ അത്തരം ശക്തമായ ചർച്ചകൾ വന്നതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ഈ സമ്മേളനം 25ാമത് പാർട്ടി കോൺഗ്രസ് CPIയുടെ പാർട്ടി കോൺഗ്രസ് ചണ്ഡീഗഡിൽ നടന്ന ഈ സമ്മേളനം